നമസ്കാരം. ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ ഗാസ സിറ്റിയിൽ മരണസംഖ്യ ഉയർന്നു. കഴിഞ്ഞ ദിവസം കൊന്നു തള്ളിയത് 73 പേരെ. പട്ടിണി മൂലം 6 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ഗാസ സിറ്റിക്ക് നേരെ കരവ്യോമ ആക്രമണങ്ങൾ തകൃതിയിലാക്കിയാണ് ഇസ്രയേലിലെ നരമേധം. ഭക്ഷണം കാത്തു നിൽക്കുന്ന 14 പേരും വെടിയേറ്റ് കൊല്ലപ്പെട്ടു. വടക്കൻ ഗാസയിലും കനത്ത ആക്രമണം തുടരുകയാണ്. ഷെയ്ഖ് റദ്വാൻ പ്രദേശത്ത് ആക്രമണത്തിൽ 6 പേർ കൂടി കൊല്ലപ്പെട്ടു. മുഴുവൻ ബന്ദികളെയും ഹമാസ് കൈമാറിയാൽ ഗാസ യുദ്ധം അവസാനിക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. സമഗ്ര വെടിനിർത്തലിന് തങ്ങൾ സന്നദ്ധമാണെന്നും യുദ്ധവിരാമം സൈനിക പിന്മാറ്റവുമാണ് വേണ്ടതെന്നും ഹമാസ് പ്രതികരിച്ചു. പക്ഷേ വെടിനിർത്തൽ കരാറിനെതിരെ ഇസ്രയേലിനുള്ളിൽ പ്രക്ഷോഭം ശക്തമാവുകയാണ്. തന്നെ വധിക്കാനാണ് പ്രക്ഷോഭകരുടെ നീക്കമെന്നും പുറത്തുനിന്നുള്ളവരുടെ പിന്തുണ പ്രക്ഷോഭകർക്ക് ലഭിക്കുന്നതായും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിച്ചു. അതേസമയം ഗാസയിൽ തുടരുന്ന ഇസ്രയേൽ ആക്രമണം ഉടൻ അവസാനിപ്പിക്കുവാൻ അടിയന്തര നടപടി വേണമെന്ന് UN ആവശ്യപ്പെട്ടു. ഇസ്രയേലിലെ വംശഹത്യാ പദ്ധതി ഇനിയും കണ്ടുനിൽക്കുവാൻ കഴിയില്ലെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിബ് ഉർദുഗാൻ മുന്നറിയിപ്പ് നൽകി. ഗാസ ലക്ഷ്യമാക്കി സ്പാനിഷ് നഗരമായ ബാഴ്സലോണയിൽ നിന്ന് പുറപ്പെട്ട സുമുൻ ഫ്ലോട്ടിലേക്ക് നേരെ ഇസ്രയേൽ ഡ്രോണുകൾ അയച്ചതായി റിപ്പോർട്ടുണ്ട്. എല്ലാ വെല്ലുവിളിയും മറികടന്ന് ഗാസയിൽ എത്തിച്ചേരുമെന്ന് സംഘാടകർ അറിയിച്ചു. സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കുവാൻ പലസ്തീൻ അധികൃതർക്ക് അമേരിക്ക വിസ നിഷേധിച്ച വാർത്തകളും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവന്നിരുന്നു. അമേരിക്കൻ ഭരണകൂടം പലസ്തീൻ ജനതയെ നിശബ്ദമാക്കുവാൻ ശ്രമിക്കുന്നതിന്റെ മറ്റൊരു പ്രധാന ഉദാഹരണമാണ് പലരും ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്. പ്രമുഖ ഫലസ്തീനിയൻ പത്രപ്രവർത്തകനായ ഡാവൂദ് ഖുട്ടാബ് എഴുതിയ ലേഖനത്തിൽ അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ അമേരിക്കയുടെ ഇരട്ടത്താപ്പിനെ തുറന്നുകാട്ടുന്നുണ്ട്. UN-നുമായി അമേരിക്കയ്ക്കുള്ള ആസ്ഥാന കരാർ അനുസരിച്ച് ലോക നേതാക്കൾക്ക് UN യോഗങ്ങളിൽ പങ്കെടുക്കുവാൻ വിസ നൽകേണ്ടതുണ്ട്. എന്നാൽ അമേരിക്ക പലപ്പോഴും ഈ നിയമം ലംഘിച്ചു. 1988-ൽ യാസർ അറഫാത്തിന് വിസ നിഷേധിച്ചതിനോട് സാമ്യമാണ് ഇപ്പോഴത്തെ ഈ നടപടി. ട്രംപ് ഭരണകൂടം ഇതിനെ ന്യായീകരണമായി ചൂണ്ടിക്കാട്ടുന്നത് ദേശീയ സുരക്ഷാ താൽപര്യങ്ങളും ഫലസ്തീൻ അതോറിറ്റി സമാധാന ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നു എന്നതുമാണ്. ഒക്ടോബർ 7 ആക്രമണങ്ങളെ ഫലസ്തീൻ അതോറിറ്റി അപലപിക്കുകയും ഹമാസിന്റെ നിരായുധീകരണത്തിന് ഫ്രാൻസ് സൗദി പ്രസ്താവനയെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ലേഖകൻ വ്യക്തമാക്കുന്നു. സമാധാന പ്രക്രിയയിൽ സഹകരിച്ച ഒരു സംഘടനയെ സമാധാനത്തിന് തുരങ്കം വയ്ക്കുന്നുവെന്ന് ആരോപിക്കുന്നത് അസംബന്ധമെന്നാണ് കുറ്റം വാദിക്കുന്നത്. ഈ വർഷം സെപ്റ്റംബറിൽ ഫ്രാൻസ്, കാനഡ, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, പോർച്ചുഗൽ, മാൾട്ട തുടങ്ങിയ രാജ്യങ്ങൾ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുവാൻ സാധ്യത ഉണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് അമേരിക്ക വിസ നിഷേധിച്ചത്. ലോകത്തിന് മുന്നിൽ തങ്ങളുടെ രാഷ്ട്ര അംഗീകാരം ആഘോഷിക്കുവാനും ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും അതിക്രമങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനും ഫലസ്തീനികൾക്ക് ലഭിക്കാവുന്ന ഒരു വേദി ഇല്ലാതാക്കുകയാണ് അമേരിക്ക ഈ നടപടിയിലൂടെ ലക്ഷ്യമിടുന്നത്. അമേരിക്കയുടെ ഈ നീക്കത്തിലെ ഇരട്ടത്താപ്പ് ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അമേരിക്ക ഊഷ്മളമായി സ്വീകരിക്കുന്നു. എന്നാൽ സമാനമായ സാഹചര്യത്തിൽ 2013-ൽ സുഡാൻ പ്രസിഡന്റ് ഒമർ അൽ ബഷീറിന് അമേരിക്ക വിസ നിഷേധിച്ചിരുന്നു. ഫലസ്തീനിയൻ മാധ്യമ പ്രവർത്തകരെ നിശബ്ദമാക്കുവാൻ ഇസ്രായേൽ നടത്തുന്ന ശ്രമങ്ങൾക്ക് അമേരിക്ക കൂട്ടുനിൽക്കുന്നുവെന്നും ലേഖകൻ ആരോപിച്ചു. 244-ലധികം ഫലസ്തീനിയൻ മാധ്യമ പ്രവർത്തകരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടും അമേരിക്ക അതിനെ അപലപിച്ചില്ല. ഇതിനു പുറമെ അൽ ജസീറയിലെ പത്രപ്രവർത്തകരെ കൊലപ്പെടുത്തിനെ ന്യായീകരിക്കുവാൻ അവർ ഹമാസിന്റെ ഭാഗമാണ് എന്ന ഇസ്രായേൽ ഭാഷ്യത്തെ അമേരിക്ക പിന്തുണച്ചതായും ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നു. ഫലസ്തീനിയൻ ജനതയ്ക്ക് തങ്ങളുടെ അവകാശങ്ങൾക്കായി സംസാരിക്കുവാൻ ഒരു വേദി നൽകുവാൻ പോലും അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അക്രമരഹിത മാർഗം സ്വീകരിക്കുന്ന ഒരു സംഘടനയെ പോലും സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ആര് സംസാരിക്കും? ഒരു ജനതയെ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ ഒരു ലോകശക്തികൾക്കും കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖകൻ തന്റെ ചിന്തകൾ അവസാനിപ്പിക്കുന്നത്. അമേരിക്കയുടെ വിസ നിഷേധം മനഃപൂർവ്വമുള്ള കണ്ണടയ്ക്കലാണ്. വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലിനെ ചുവന്ന പരവതാനി വിരിച്ച് ആനയിക്കുന്ന അല്ലെങ്കിൽ ആശ്ലേഷിക്കുന്ന ഒരു ട്രംപ്, പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ട്രംപ്. വിസ നിഷേധിക്കുന്നത് ആ ശ്രേണിയിലെ ഏറ്റവും ഒടുവിലത്തെ നീതി നിഷേധവും. ഇതിനിടെ US കോൺഗ്രസിൽ ഇസ്രയേൽ ലോബിക്ക് ഒരു കാലത്ത് ഉണ്ടായിരുന്ന സ്വാധീനം ഇനി ഇല്ലെന്നും ഡൊണാൾഡ് ട്രംപ് പറയുന്നു. വെള്ളിയാഴ്ച ഡെയിലി കോളറിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇസ്രയേൽ ലോബി ആധിപത്യം സ്ഥാപിച്ചിരുന്ന ഒരു കാലത്ത് ട്രംപ് അഭിമുഖത്തിൽ ഓർമ്മിച്ചു. എന്നാൽ ഇസ്രയേൽ രാഷ്ട്രത്തിന് ഇനി അമേരിക്കൻ രാഷ്ട്രീയക്കാരുടെ മേൽ നിയന്ത്രണമില്ലെന്ന് ട്രംപ് അവകാശപ്പെട്ടു. താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ലോബിയായിരുന്നു ഇസ്രയേൽ. അവർക്ക് കോൺഗ്രസിന് മേൽ പൂർണ്ണ നിയന്ത്രണമുണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് അങ്ങനെയല്ലെന്നാണ് ട്രംപ് പറയുന്നത്. മാത്രമല്ല, പൊതുജനാഭിപ്രായ പ്രകാരം പ്രത്യേകിച്ച് യുവ റിപ്പബ്ലിക്കന്മാർക്കിടയിൽ ഇസ്രയേലിനോടുള്ള സമീപനത്തിൽ ഒരു മാറ്റം സംഭവിച്ചതായും ട്രംപ് പറഞ്ഞു.
മാർച്ചിൽ പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ ഒരു പോളിൽ ഇസ്രയേലിനുള്ള പിന്തുണ ഗണ്യമായി കുറഞ്ഞതായി പുറത്തുവന്നിരുന്നു. കോൺഗ്രസിൽ ഇസ്രയേലിനുള്ള ഇരുമ്പുചീട്ടുള്ള പിന്തുണ ഇപ്പോൾ കഴിഞ്ഞകാല കാര്യമാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഈ മാറ്റമുണ്ടായിരിക്കുമ്പോഴും ഇസ്രയേലിന് വേണ്ടി തന്നെക്കാൾ കൂടുതൽ ആരും ചെയ്തിട്ടില്ലെന്നും ട്രംപ് ഊന്നി പറഞ്ഞു. ഇറാനുമായുള്ള യുദ്ധസമയത്ത് ഇസ്രയേൽ യുദ്ധത്തിൽ ജയിക്കുകയാണെന്നും എന്നാൽ പബ്ലിക് റിലേഷൻസിന്റെ ലോകം നഷ്ടപ്പെടുകയാണെന്നും ട്രംപ് പറഞ്ഞു. റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ ഇസ്രയേലിനെ കുറിച്ചുള്ള ചർച്ചകൾ വളർന്നു വരുന്നതിനിടെയാണ് ട്രംപിന്റെ പരാമർശങ്ങൾ. ട്രംപിന്റെ അടുത്ത സഖ്യകക്ഷിയായ ജോർജിയ പ്രതിനിധി മാർജോറി ടൈലർ ഗ്രീൻ അടുത്തിടെ ഗാസയിലെ ഇസ്രയേലിന്റെ നടപടികളെ വംശഹത്യയാണെന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഒരു US സഖ്യകക്ഷി എന്ന നിലയിൽ ഇസ്രയേലിലെ വിശ്വാസ്യതയെ ട്രംപ് മുൻ നയതന്ത്രജ്ഞൻ സ്റ്റീവ് ബാനനും ചോദ്യം ചെയ്തു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാർ വിശ്വാസയോഗ്യമല്ലെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. ഇതിനിടെ ഈ മാസം അവസാനം നടക്കുന്ന UN ജനറൽ അസംബ്ലിയിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് ബെൽജിയം വിദേശകാര്യമന്ത്രി മാക്സിം പ്രൊവോർട്ട് വ്യക്തമാക്കി. കൂടാതെ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യയുടെ പേരിൽ ഇസ്രയേലിനെതിരെ കർശന ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യും. ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ പലസ്തീൻ രാഷ്ട്രത്തെ ബെൽജിയം അംഗീകരിക്കും. ഇസ്രയേൽ സർക്കാരിനെതിരെ ശക്തമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഉപപ്രധാനമന്ത്രി കൂടിയായ മാക്സിം പ്രൊവോർട്ട് ചൊവ്വാഴ്ച എക്സിൽ കുറിച്ചു. ബെൽജിയത്തിൽ നിന്ന് ഇസ്രയേൽ 12 ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്നും പ്രൊവോർട്ട് കൂട്ടിച്ചേർത്തു. അനധികൃത ഇസ്രയേലി കുടിയേറ്റ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് നിരോധിക്കുക, ഇസ്രയേൽ കമ്പനികളുമായുള്ള പൊതു സംഭരണ നയങ്ങൾ അവലോകനം ചെയ്യുക, 2 ഇസ്രയേലി മന്ത്രിമാരെ ബെൽജിയത്തിൽ പേഴ്സണ നോൺ ഗ്രാറ്റയായി പ്രഖ്യാപിക്കുക എന്നിവ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് ഉപരോധങ്ങളിൽ ഉൾപ്പെടുത്തിയത്. ഫലസ്തീനിൽ പ്രത്യേകിച്ച് ഗാസയിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാനുഷിക ദുരിതത്തിന്റെ വെളിച്ചത്തിലാണ് ബെൽജിയം ഈ പ്രതിജ്ഞ എടുക്കുന്നതെന്ന് ബെൽജിയത്തിലെ സെൻട്രിസ്റ്റ് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി അംഗമായ മാക്സിം പ്രൊവോർട്ട് കൂട്ടിച്ചേർത്തു. സെപ്റ്റംബർ 22 നടക്കുന്ന UNGA സമ്മേളനത്തിനിടെ ഫ്രാൻസും സൗദി അറേബ്യയും ചേർന്ന് ഫലസ്തീൻ അംഗീകാരത്തെക്കുറിച്ചുള്ള യോഗം സംഘടിപ്പിക്കും. ജൂലൈ അവസാനം UNGയ്ക്കായി ലോക നേതാക്കൾ യോഗം ചേർന്നപ്പോൾ ഫ്രാൻസ് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ഓസ്ട്രേലിയ, കാനഡ, യുണൈറ്റഡ് കിങ്ഡം എന്നീ രാജ്യങ്ങളും ഈ മാസം ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ പദ്ധതിയിടുന്നതായി അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിലിൽ പുറത്തുവിട്ട കണക്കനുസരിച്ച് ഐക്യരാഷ്ട്രസഭയിലെ 75% അംഗങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ഏകദേശം 147 രാജ്യങ്ങൾ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിരുന്നു. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വംശഹത്യയിൽ 60,000-ത്തിലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് അംഗീകാര തീരുമാനങ്ങൾ വന്നത്. ഈ സാഹചര്യത്തിലും ഗാസയിലേക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിന് ഉപരോധം തുടരുകയാണ്.